നിലപാടങ്ങനെ പെട്ടെന്ന് മാറ്റിയാൽ കാശ് തന്നവരോട് ഞാൻ എന്തു പറയും? രാഹുലിനെതിരെ പരാതിക്കാരില്ലെങ്കിലും തെളിവുകളൊന്നുമില്ലെങ്കിലും കേരളം മുഴുവൻ അലയടിച്ചു വന്നാലും രാഹുൽ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ആര് ക്ലോസ് ചെയ്തു? കേക്കച്ചൻ ക്ലോസ് ചെയ്തു. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അത് പാർട്ടി തീരുമാനമെടുത്ത് നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു തീരുമാനം. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തേണ്ട സമയത്ത് ഇപ്പോഴും ഒരു സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിട്ടില്ല. അല്ല, അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിച്ച് ഉചിതമായ സമയത്ത് ആളെ പ്രഖ്യാപിക്കും. യൂത്ത് കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ സമരവും നടക്കുന്നുണ്ട്, എല്ലാ തരത്തിലുള്ള സമരവും നടക്കുന്നുണ്ട്. ഈ കോൺഗ്രസിലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമുണ്ട്. അവര് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം. തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ, നിലപാടുകൾ എടുക്കുന്ന ആളുകളെ വിമർശിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? കേരളം മുഴുവൻ അലയടിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നാലും എൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ട് രാഹുൽ വിഷയം ക്ലോസ് ചെയ്തു? ജെട്ട് വിപ്ലവം ആസൂത്രണം ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് ദുബൈയിൽ പോയി വാങ്ങി മേടിച്ച് തിന്നിട്ട് അങ്ങനെ നിലപാട് മാറ്റാൻ പറ്റുമോ? അതിന് കേക്കച്ചനെ കിട്ടില്ല. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ പോലും കേക്കച്ചൻ തൻ്റെ നിലപാട് മാറ്റില്ല. രാഹുൽ വിഷയത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുവാൻ സാധ്യതയുള്ള സകല നേതാക്കന്മാരെയും കേക്കച്ചനും ആലപ്പുഴ കോവാലിനും കൂടി വിരട്ടി. അടങ്ങി ഒതുങ്ങി നിന്നാൽ വരുന്ന തവണ സീറ്റ് നൽകാം, അല്ലെങ്കിൽ പണിതന്ന് രാഹുലിനെയും ഷാഫിയെയും വി ഡി ബൽറാമിനെയും ഒതുക്കിയതുപോലെ ഒതുക്കും എന്ന് വിരട്ടി. നിയമസഭാ സമ്മേളനത്തിനിറങ്ങിയാൽ പണിതരും എന്ന് കേക്കച്ചൻ രാഹുലിനെ വിരട്ടി എന്നാണ് വിവരം. ബഹുഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനോട് യോജിപ്പാണ് ഉള്ളതെങ്കിലും കേക്കച്ചൻ ജീവൻ പോയാലും അതിന് സമ്മതിക്കത്തില്ല എന്ന നിലപാടിലാണ്. കേക്കച്ചൻ്റെ വീട്ടിലാണോ യഥാർത്ഥത്തിൽ പണി കിട്ടിയത് എന്ന സംശയത്തിലാണ് പല നേതാക്കന്മാരും ഇപ്പോൾ. കാരണം അത്ര കലിപ്പിലാണ് കേക്കച്ചൻ. ചെറുപ്പക്കാരെ ഒതുക്കിക്കഴിഞ്ഞപ്പോൾ പതുക്കെ ആലപ്പുഴ കോവാലിനും കളത്തിലിറങ്ങിയത് കാണുക. ഇതാണ് പറ്റിയ അവസരം എന്നും പറഞ്ഞ് ഒരു വശത്ത് കേക്കച്ചനും മറുവശത്ത് കോവാലിനും കൂടി കേരളത്തിലിറങ്ങി പണി തുടങ്ങിക്കഴിഞ്ഞു. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് പണം വാരി എറിഞ്ഞതിനാൽ ഇവരുടെ ദൃശ്യങ്ങളാകും വരും ദിവസങ്ങളിൽ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുക. രാഹുൽ സഭയിൽ വന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുവാൻ സാധിക്കില്ല അത്രേ. രാഹുൽ വിഷയത്തിൽ എല്ലാം ഒതുങ്ങിപ്പോകും എന്നാണ് കേക്കച്ചൻ ന്യായീകരണം പറയുന്നത്. ആ 150 രൂപയുടെ സദ്യ ഒന്ന് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചിരുന്നുവെങ്കിൽ അത് വലിയൊരു സന്ദേശം ഭരണകൂടത്തിന് നൽകുമായിരുന്നു. അങ്ങനെ ഒരു മികച്ച അവസരം കളഞ്ഞു കുളിച്ചിട്ട് സദ്യ വാരി നക്കിയിട്ട് ഇനി എന്ത് പ്രതിഷേധിക്കാനാണ് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. CPM ഇറക്കിയ ഓൺലൈൻ മീഡിയകളുടെ PR ക്യാമ്പയിൻ ആണത്രേ ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കേക്കച്ചൻ്റെ ആരോപണം. അങ്ങനെ പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമത്തിലാണ് കേക്കച്ചൻ ഇപ്പോൾ. മിഷൻ 60യുടെ 13ാം ദിനത്തിൽ ജനങ്ങളും തങ്ങളുടെ നിലപാട് കടുപ്പിക്കുകയാണ്. കേക്കച്ചൻ്റെയും ആശാൻ ആലപ്പുഴ കോവാലന്റെയും ചീട്ട് കീറിയിട്ടേ ജനങ്ങൾ ഇനി അടങ്ങൂ എന്ന നിലപാടിലാണ് ജനങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. നമ്മുടെ രാഹുലിന് അവൻ എന്ത് തെറ്റാ ചെയ്തത്? BD സതീശൻ അവനെ പറ്റി എടുക്കുന്നില്ലല്ലോ. അവനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. അവന് ദുബായിക്ക് പോയിട്ട് അവൻ വന്നോ ഇവിടെ? അവന് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഫ്രീന് പീഡിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അവൻ എന്ത് പാവം ചെയ്ത്? അവന് വളർന്നു വരുന്ന ചെറുക്കനായതുകൊണ്ട് അവനെ ഒതുക്കാൻ നോക്കുന്നില്ലേ ഈ BD സതീശൻ? ഇവൻ ആരെങ്കിലും ഇവന് സപ്പോർട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ പാവം ഉമ്മൻചാണ്ടിയെ ഒതുക്കിയില്ലേ? പാവം ഉമ്മൻചാണ്ടിയെ ഒതുക്കിയില്ലേ ഇവന്മാര് എല്ലാരും കൂടെ? ആ പാവത്തിന് ഇത് മരിക്കാൻ കാരണം എന്താ? ഇത് വെച്ചാ സങ്കടം വെച്ചാ പുള്ളി മരിക്കാൻ കാരണം. ഇവന് സതീശന് ആരാ ഉണ്ട് ഇവിടെ? അടുത്ത പ്രാവശ്യം പറവൂരിൽ അവൻ ജയിച്ച് മുഖ്യമന്ത്രി ആവാൻ കുപ്പായം തയ്ച്ചു വെച്ചിട്ടിരിക്കുവോ അവനെ ജയിപ്പിക്കുവോ? അവനെ കിട്ടും. അവനെ ജയിപ്പിക്കുവോ ജനങ്ങള്? അവനെ ജയിപ്പിക്കാനാ അവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞ കേട്ടോ. അവന് ഇതോടുകൂടി തീർന്നു. അവൻ ആ ദുബായ് പോക്കും നിർത്തി, പ്രതിപക്ഷ നേതാവും തീർന്ന്. എന്തു മര്യാദയാ! ആ ചെറുക്കൻ നല്ല രീതിക്ക് വന്നിട്ടിരുന്ന അവനെ കുടിക്കുക. ഇവനൊക്കെ അവന്റെ കൂടെ കേട്ടോ എത്ര നേതാക്കന്മാരുണ്ട് ഇപ്പൊ നമ്മുടെ ഇതിന്റെ അവന് സപ്പോർട്ടായിട്ട്. ഞാന് സുമ അവനവഞ്ചേരിന്ന്.
ഇപ്പം മീഡിയയിൽ നമ്മളെ വെടി സതീശൻ പറയുന്നു അയാൾ ഒരു ഡിസിഷൻ എടുത്തു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ സർ, ലെറ്റ് ഹിം സ്റ്റാൻഡ് ഓൺ ഹിസ് ഡിസിഷൻ എഗൻസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ അപ്പോൾ ഈ തൊട്ടിത്തനം കാണിച്ച വെടി സതീശൻ, പരവൂർ സതീശൻ, സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യൻ, പെണ്ണുപിടിയൻ, കുടപ്പിഴപ്പുകാരൻ, കൂടക്കിടപ്പുകാരൻ, അവളുടെ രാപ്പിനി അറിഞ്ഞതുകൊണ്ടല്ലേ അവൾ പറഞ്ഞോണ്ട് മോളുടെ പോലെ ആക്ഷൻ എടുത്തു. അവളെ ഉരുമി നിന്ന് കേക്ക് മുറിക്കുന്നതും വായിൽ കൊടുക്കുന്നതും, ദുബായിൽ ചെന്ന് ഒരു പാൻറ്റിൻ്റെ അകത്ത് കയറി നിന്ന് ഇങ്ങനെ ടീനേജർ ആമ്പിള്ളേർ നിൽക്കും പോലെ ഫോട്ടോ എടുത്തതും. അപ്പം ഈ സതീശൻ പ്രസ്ഥാനത്തിൽ ഇരിക്കെ ഇങ്ങനെ പെണ്ണ് പിടിച്ച് നടന്നാൽ കണ്ടോൺമെന്റ് ഹൗസിൽ ഭാര്യയെയും മകളെയും താമസിപ്പിക്കുന്നില്ല, സ്ത്രീകൾക്ക് യഥേഷ്ടം കയറി വരാനും ഇയാൾക്ക് വ്യഭിചരിക്കാനും വേണ്ടി. അപ്പം ഇയാളുടെ പുറത്ത് ആക്ഷൻ ആദ്യം എടുക്കണം. സുനിൽ സാറിനോട് ഞാൻ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നു, നമുക്ക് ഒപ്പ് ശേഖരിച്ച് AICC അറിയിക്കണം. ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറ്റേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു കൊടുക്കണം, റദ്ദ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ സതീശനെതിരെ ആക്ഷൻ എടുക്കണം. ഹി ടു ബി എക്സ്പെൽഡ് ഫ്രം ദ പാർട്ടി. അവനെങ്ങനെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കും? ഈ തൊട്ടിത്തരം കാണിച്ച്, തെമ്മാടിത്തരം കാണിച്ചിട്ട്, ഈ വ്യഭിചാരം കാണിച്ചിട്ട് ഒന്ന് ടെലികാസ്റ്റ് ചെയ്യണം സർ. എനിക്ക് വേറെ പ്രത്യേകമായി ബ്ലോഗ് ചെയ്യാനൊന്നുമുള്ള ഒരു ഗ്രാഹ്യമില്ല, ഞാനൊരു സീനിയർ സിറ്റിസണാണ്. അതുപോലെ ഇപ്പം രമേശ് ചെന്നിത്തലേനെ സപ്പോർട്ട് ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് നാണമുണ്ടോ? 70 വയസ്സ് കഴിഞ്ഞ് കിഴവനല്ലേ വെടി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. ഇവന്മാരുടെയൊക്കെ ചരിത്രം അറിയുന്ന സീനിയർ സിറ്റിസൺ ലേഡിയാണ് ഞാൻ. എനിക്കറിയാം ഇവന്മാരുടെയൊക്കെ ചരിത്രം. രമേശ് ചെന്നിത്തല ദ ലേറ്റ് കരുണാകരൻ സാറിൻ്റെ CM ആയിരുന്ന കാലത്ത് അയ്യേ നാറിയ കേസ്. ഒരു അഡ്വക്കേറ്റ് ജയകുമാരൻ എന്നുള്ള ഒരാളിൻ്റെ വൈഫും അയ്യയ്യ നാറി രമേശ് ചെന്നിത്തല പന്ന. വെടി സതീശൻ ഇപ്പൊ പെണ്ണ് പിടിച്ചോണ്ട് നടക്കുകയാണ്. പെണ്ണ് പിടി ഇവിടത്തെ ഒന്നും ഒതുക്കിയിട്ട് ദുബായിൽ പോയി പാൻറ്റിൻ്റെ അകത്ത് കയറി നിന്ന് പെണ്ണ് പിടിക്കുകയാണ്. ഇവനെ വെടി സതീശനെ മാറ്റി നിർത്തണം. നമ്മൾ ഒപ്പ് ശേഖരിച്ച് AICC അറിയിക്കണം. കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഇവന്മാർ 3 പേരും കൂടെ തുലയ്ക്കുകയാണ്. ഈ തൊട്ടി തെമ്മാടി, സ്ത്രീ ലംബടൻ, പെണ്ണുങ്ങളെ കാണുമ്പോൾ നനയുന്ന വെടി സതീശൻ, രമേശ് ചെന്നിത്തല എന്നുള്ള വെറും വൃത്തികെട്ട പന്നൻ, പിന്നെ ഈ KC വേണുഗോപാൽ, അയാൾ അറിയപ്പെട്ടിരുന്ന ട്രബിൾ ഷൂട്ടർ എന്നാണ്. അയാളുടെ ഭാര്യ മറ്റേ ആശ ലേഡി ഇതൊന്നും അറിഞ്ഞില്ലേ? ബാനർ എല്ലായിടത്തും പൊങ്ങിയില്ല. മറ്റേ കരുണാകരൻ സാറിൻ്റെ കാലത്ത് ഈ 55 കഴിഞ്ഞ എല്ലാ ലേവർക്കും ഞങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് അറിയാം. ഈ ട്രബിൾ ഷൂട്ടർ KC വേണുഗോപാൽ, ഈ 3 മുതുക്കന്മാരും പാർട്ടിയിൽ നിന്ന് മാറണം. സതീശനെ ചാവുട്ടി പുറത്താക്കണം. നമ്മൾ ഒപ്പ് ശേഖരിക്കണം. പ്ലീസ് ടെലികാസ്റ്റ് ദിസ് സുനിൽ സാർ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്, നമസ്കാരം സർ. ഞാൻ മലേഷ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് സെലീന. ഞാനൊരു 42 ഇയേഴ്സായിട്ട് ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആണ്. പക്ഷേ കേരളം കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വാട്ട് യു സേ ഇറ്റ്സ് ഇൻ അസ് യുനോ. കോൺഗ്രസ് ഫാദർ നല്ല സ്ട്രോങ് കോൺഗ്രസ് കാരാണ്. ഞങ്ങളും ഐ ഹാവൻ വോട്ടഡ് സോ ഫാർ, ബട്ട് സ്റ്റിൽ വി പ്രിഫർ കോൺഗ്രസ് ഓൾ ദ ടൈം. അപ്പൊ അങ്ങനെ ഈ രാഹുലിന്റെ ഒക്കെ പ്രശ്നം നമ്മൾ ക്ലോസ് ആയിട്ട്, എസ്പെഷ്യലി ഫ്രം യുവർ ചാനൽ, നമ്മളത് ക്ലോസ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ശരിക്കും വേദനിക്കുകയാണ്. കാരണം ഒരു നല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു കരുത്തുറ്റ ഒരു നേതാവിനെ എത്ര പെട്ടെന്നാണ് ഇവർക്ക് കരുവേപ്പില പോലെ ഈ സതീശനൊക്കെ അത് വലിച്ചെറിയാൻ കഴിയുന്നത്? ഹൂ ഇസ് ലൂസിങ് ഫ്രം ദിസ്? സതീശന് നഷ്ടമില്ല, പാർട്ടിക്ക് നഷ്ടം, ജനങ്ങൾക്കാണ് സർ നഷ്ടം. ഈ ചെറുപ്പക്കാരനും ചിലപ്പോൾ നഷ്ടം ഉണ്ടായിരുന്നു വരില്ല, അദ്ദേഹം വേറെ മേഖലയിൽ പോയാലും അവിടെയും വിജയിക്കും. പക്ഷെ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കും ഈ പാർട്ടിക്കുമാണ്. ഇയാളൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ജനങ്ങൾ കൈകാര്യം ചെയ്യണം ഇയാളൊക്കെ. ഹൗ കെൻ ദേ? ഇത്രയും സ്റ്റുപ്പിഡാണ് ഇവരൊക്കെ, ഈ നേതാക്കന്മാരൊക്കെ. അഹന്ത കണ്ടോ? അതായത് ഞാനാ പറയുന്നത്, എനിക്ക് ഉത്തരവാദിത്വം. ഹൂ ഈസ് ഹി? ആഫ്റ്റർ ഓൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഇവൻ ഈ പറയുന്ന ആ ആലപ്പുഴ കോവാലൻ എന്ന് പറയുന്നവന്റെ ഒരു ബിനാമിയായിട്ട് അവൻ ഇവിടുത്തെ പാർട്ടിയെ മൊത്തത്തിൽ ഇവന്മാരെ തൂക്കി വിൽക്കാന്ന് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അറിയുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ താങ്കളെ പോലുള്ള അങ്ങനെ ഒരു ഫ്യൂ വിരലിലെണ്ണാവുന്ന ചാനലിലൂടെ ജനങ്ങൾ അത് അറിയുന്നുണ്ട്. കോമൺ മാൻ ന്യൂസ് അതല്ലേ താങ്കളുടെ ഇതിലൊക്കെ വരുന്ന പ്രതികരണം. IAS കാരനും ഡോക്ടേഴ്സും ഒന്നല്ലല്ലോ, സാധാ ആളുകൾ, അമ്മമാര് വിളിച്ചിട്ടല്ലേ സർ പ്രതികരിക്കണം വേദനയോട് കൂടിയിട്ട്.
എനിക്കിപ്പോൾ ഇതിലൊരു വിഷയമല്ല. ഐ എം സെറ്റിൽഡ്. എനിക്ക് മലേഷ്യൻ എന്താ പറയുക ഇവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ വേദനിപ്പിക്കുന്നു. വൈ? നമ്മളെ മനസ്സ് കഷ്ടപ്പെടുക വെച്ചാൽ ശരിക്കും വി ഫീൽ ദ പെയിൻ. ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ആ ഹോപ്പ് നശിപ്പിക്കാൻ സതീശന് ആരാ അധികാരം കൊടുത്തത്? ജനങ്ങളുടെ ആ ഹോപ്പ്, കോൺഗ്രസിലുള്ള ഒരു ഡ്രീം, ഒരു ഹോപ്പ്, ഈ പ്രാവശ്യമെങ്കിലും ഇതിൽ വരുന്നുള്ളത് നശിപ്പിക്കാൻ ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഓണസദ്യ പോയി ഉണ്ടത് നമ്മൾ കണ്ടില്ലേ? നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു ഇതല്ലേ അയാൾ ചെയ്തത്? അയാൾക്ക് നാണമില്ല, അയാൾക്ക് നാണമില്ല, മാനമില്ല. അയാൾ പോയി സദ്യ ഉണ്ട് പിണറായിയുടെ കൂടെ. പക്ഷെ ജനങ്ങൾ നാണിക്കാണ്. ഒരാളെ ഇഞ്ചിഞ്ചായി ഞാൻ കുന്നംകുളത്തുകാരിയാണ് സർ. അവിടുന്ന് ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ് ഉള്ളി എൻ്റെ ഗ്രാമം. കുന്നംകുളമാണ് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ. അവിടെ നടന്നൊരു സംഭവം 2 വർഷമായിട്ട് ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല പോലും. ഇപ്പൊ വിഷല് വന്നപ്പോഴാണ് പോയി കെട്ടിപ്പിടിക്കാൻ തോന്നിയല്ലോ സുജിത്തിനെ. അല്ല, വിഷല് വന്ന സമയത്ത് ഇവിടുന്ന് സദ്യ കഴിച്ചോണ്ടിരിക്കുക, സദ്യ വാരി നക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അതും കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് ഇതൊരു സാധ്യതയാണെന്ന് മനസ്സിലാക്കിയപ്പം PR ടീമും ക്യാമറയൊക്കെ ആയിട്ട് പതുക്കെ പോയി അവന്റെ വീട്ടിൽ നിന്ന് കാണിക്കുന്ന പട്ടി ഷോ കാണുമ്പോൾ ഇവൻ എന്തെങ്കിലും ഉളുപ്പുണ്ടോ? ദുബായിൽ പോയില്ലേ ജീൻസ് സൂട്ട് പെട്ടിയും തള്ളിയിട്ട്? അതൊക്കെ കാണുമ്പോ എനിക്ക് അവിടെയുള്ള ദുബായിലുള്ള മലയാളികളോട് ചോദിക്കാം, ചീമുട്ടറിയായിരുന്നില്ലേ അയാളിത് ഈ നേതൃത്വമായിട്ട്? അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് ഔട്ട് ചെയ്യാനുള്ള ഒരു നേതാവെങ്കിലും ആ പാർട്ടിയിലുണ്ടാവും. എല്ലാം പണത്തിന് പിന്നാലെ. എന്തെങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു നമുക്ക്? ജനങ്ങൾക്കൊരു വില ഇല്ലാതായിപ്പോയി. ഇവര് വില ഇല്ലാതാക്കി, സ്വയം വില ഇല്ലാതാക്കി ഇവരൊക്കെ. അതാ പറഞ്ഞേ, റെസ്പെക്ട് ഒന്നും തോന്നുന്നില്ല. ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ശാഖയുള്ള ഒരു ചരിത്രമുള്ള ഒരു ഇന്ത്യയുടെ ആത്മാവിനോട് ഒട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഇത്ര നികൃഷ്ടന്മാരും മ്ലേച്ഛന്മാരും കയറി ഇതിനെ നശിപ്പിച്ച് ഇവന്മാർക്ക് ഇതിന്റെ വില അറിയാത്ത, അതാ കുഴപ്പം. ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രവും പൈതൃകവും അറിയാത്ത കുറെ പന്നകള് വന്ന് ഇവന്മാർ ഇതിന്റെ നാശത്തിന് പ്രിസൈഡ് ചെയ്യുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. അല്ല, അവര് വികസിച്ച് ഫിനാൻഷ്യലി അവരെല്ലാവരും വികസിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളോട് പുച്ഛം. അതെ, പാവപ്പെട്ട ജനങ്ങളോട് അവർക്ക് പുച്ഛം. അതുകൊണ്ടാണ് they don't care. You live or you die. We don't care. കാരണം ഞങ്ങൾ സേഫാ, നമ്മളുടെ മക്കള് സേഫാ, നമ്മുടെ മക്കളും സേഫ് ആക്കിയിട്ടുണ്ട് ഞങ്ങള് ഫിനാൻഷ്യലി. അപ്പൊ നിങ്ങൾ ജീവിക്കുക മരിക്കുക, ഞങ്ങൾക്ക് തല്ലുകൊള്ളാൻ കുറച്ച് പേര് വേണം. വാ അതാ പറഞ്ഞു. അന്നേരം ഇവന്മാർ ഓർക്കുന്നത് ഇവന്മാരുടെ ഈ നാടകമൊക്കെ നമ്മൾ എന്തുകൊണ്ട് എഫേർട്ട് എടുത്തു? നമ്മളിത് ഇയാളെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇവൻ പെണ്ണ് പിടിച്ചോ ഇയാളുടെ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് ഒന്നുമല്ല ചെയ്യുന്നത്. ഒരു ബേസിക് പ്രോട്ടോകോൾ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. അതൊന്നും പാലിക്കാതെ 3 സ്ത്രീകൾ കണ്ടില്ലേ, ഉമ, മറ്റേ ഷാനിമോള്, ബിന്ദു, ഇവർക്കൊക്കെ മര്യാദക്ക് മനുഷ്യരുടെ ജനങ്ങൾക്ക് തട്ടിയ ഭാഷയിൽ പ്രസംഗിക്കാൻ അറിയില്ല. അതുപോലും അറിയാത്തവരാ. അച്ചടി ഭാഷയിലൊക്കെ വന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ചാനൽ കണ്ട് സ്കിപ്പ് ചെയ്യാൻ തോന്നും. ബിന്ദുവിന്റെ ഷാനിമോള് എല്ലാം ഈ ആർട്ടിഫിഷ്യൽ. യു കാൻ ടച്ച് ദ ഹാർട്ട് ഓഫ് ദ കോമൺ മാൻ. അതിന് പോലും കഴിവില്ലാത്തവരാണ് ഈ 3 പേരും. ഈവൻ ഉമ, ഷാനി, ദ ലേഡി. അതിലും നല്ലത് രാജിവെച്ച് പുറത്തു പോട്ടെ. വീട്ടിലെങ്കിലും ഒരു ബഹുമാനം കിട്ടുമവർക്ക് അല്ലേ? വീട്ടില് ഒരു ഭാര്യയായിട്ട് നല്ല തന്റെ ഇടത്തോട് കൂടിയിട്ടൊരു ഭാര്യയായിട്ട് വീട്ടിലിരിക്കുമ്പോ ജനങ്ങൾ കൂടുതൽ അവരെ ബഹുമാനിക്കും. ഇതെന്താ സർ നട്ടലില്ലാത്ത പ്രസ്താവന ഇറക്കി നേതാവെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? പീപ്പിൾ ആർ ജസ്റ്റ് ബിക്കമിങ് ടു ഹേറ്റ് ദം ഓൾ. People are just started hating. അവിടെയാണ് ഈ അപകടം. ആളുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചൊരു അവേർഷൻ ഉണ്ടാക്കുന്ന ഈ അല്ലെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ ഒന്നാമത് ഇതൊന്നും നമ്മുടെ അല്ല എന്ന് പറഞ്ഞ് ഈ ആളുകൾ പള്ളിയിൽ പോകുന്നില്ല. എന്തെങ്കിലും നേർച്ചപ്പെട്ടിയിൽ എറിഞ്ഞു കൊടുത്തിട്ട് ഇതിനകത്തൊന്നും ഇടപെടാതെ 99% മാറിപ്പോവും. അന്നേരം ഇത് ഇവർക്ക് കൂടുതൽ വളവും എന്ന് പറഞ്ഞ പോലെ ഇതേ 5 വർഷത്തിൽ ഒരിക്കൽ ഏതുവെന്നെങ്കിലും എന്തെങ്കിലും കുത്തിയിട്ട് ഇവരുടെ കാര്യത്തിൽ ഇതിനകത്ത് ലീസ്റ്റ് ബോധേഡും ലീസ്റ്റ് ഇൻട്രസ്റ്റഡുവാ. അതുകൊണ്ടാണ് ഇവന്മാർക്ക് ഈ പറയുന്ന അന്നേരം അതിനനുസരിച്ച് നമ്മുടെ രാജ്യം ക്രൈസിസിലേക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഇപ്പൊ അത്രയും കോടിക്കണക്കിന് നമ്മുടെ ഉരുൾപൊട്ടിയ വയനാട്ടിലെ ഇഷ്യൂസിൽ കളക്ട് ചെയ്ത് കോമൺ മാന്റെ മണിയാണ്. ആ ഫണ്ട് ഇത്ര കോടികൾ ഇരിക്കുമ്പോ ഒരു കൂര പോലും അവിടെ ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല. അവിടുത്തെ പാവപ്പെട്ടവൻ എന്താ ചോദിക്കുന്നത്? റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉള്ള വീട് വേണമെന്നാണോ ചോദിക്കുന്നത്?
മഴയും വെയിലും കൊള്ളാതെ ഒരു കൂര വേണം. അതുപോലും ചെയ്തു കൊടുക്കാൻ ജനങ്ങള് പിരിവ് ഇട്ടുകൊടുത്ത പിരിവിന്റെ കാശിൽ അതുപോലും ചെയ്ത് കൊടുത്തിട്ടില്ല ഒരു ഗവൺമെന്റ് 1 വർഷം കഴിഞ്ഞിട്ടും. ജനങ്ങൾ അറിയുന്നുണ്ട്. ആ ഗവൺമെന്റിനെ ആ ഓൺ ടോയിൽ നിർത്തേണ്ടതാരാ? ഒരു സ്ട്രോങ് പ്രതിപക്ഷമാ. കടന്ന് ആക്രമിക്കുന്ന വളരെ ചടുലതയുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരെ കിടത്തി ഉറക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ 9.5 കൊല്ലം എന്ന് പറഞ്ഞാൽ യുവമാർക്ക് ഒരു കേക്ക് വോക്കിനുള്ളൊരു അവസരം ഒരുക്കിയത് ഈ പന്നൻ ഇപ്പുറത്തിരുന്നുകൊണ്ടാ. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ പ്രതിപക്ഷ നേതാവേ ഉള്ളായിരുന്നു, ഈ രാഹുൽ. ഇവന്റെ ശബ്ദമേ ഒരു പ്രതിപക്ഷത്തിന്റെ ടോണുള്ള സൗണ്ട് നമ്മൾ കേട്ടിട്ടുള്ളൂ. പോയി കേക്ക് മറ്റേ സദ്യ നക്കുന്നത് കണ്ടോ? പോയി കുത്തിയിരുന്ന്. ഇവിടെ പാർട്ടി പ്രവർത്തകൻ അവനെ ഇടികൊണ്ട് അവിടെ ഇട്ട് ഇതാക്കുന്ന വിഷൽ വരുന്നു. ഇവന് വേണ്ടി സമരം ചെയ്ത ആളുകളെ മുഖ്യമന്ത്രിയുടെ ഇവന്റെ തൊട്ടടുത്ത വീടിനിപ്പുറത്തേക്ക് പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസ്സുകാരെ അവർ ഇടിച്ചു കൂട്ടി ജില്ലാ ജയിലിൽ കൊണ്ടിട്ടേക്കുക. ഇവനവിടെ പോയില്ല. ആ സമയത്താണ് ഇവിടെ നിന്ന് അതുപോലെ ഇവനെതിരെ ഗർഭം അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് നടക്കുക. അങ്ങനെയുള്ള ഒരുത്തന്റെ മടി കയറിയിരുന്ന് 150 രൂപയുടെ ശാപ്പാടടി നക്കുക പോയിരുന്ന്. ഇവൻ ഇത്ര ദാരിദ്ര്യമായിരുന്നെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ കൊണ്ട് ഇവനൊരു ലോറിയിൽ ഇറക്കി കൊടുക്കുമായിരുന്നല്ലോ. വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കായിരുന്നു. ഇല്ലേ? ഇവൻ 6 ഗുഡ് ബുക്ക് സ്ഥലം, പിണറായിയുടെ ഗുഡ് ബുക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഇപ്പൊ അറ്റൻഡൻസ് വെച്ചില്ല, പിണറായിന്റെ പേര് വിട്ടിക്കളയോ ഇവന്റെ? അല്ല, ഒരു കാര്യം, ഇതൊന്നും മറ്റേ ഇവര് രാഹുൽ ഗാന്ധി ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി അടക്കം ഇവന്റെ കെണിയിൽപ്പെട്ട് ഈ ആലപ്പുഴ കോവാലന്റെ കെണിയിൽ എങ്ങനോ ഏതോ കെണിപ്പെടുത്തി കിടക്കുക. ഇവനാണ് ഇത് ഇവിടുത്തെ സകല കാര്യങ്ങളും ഓൺ ബിഹാഫ് ഓഫ് കേരളയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഇവൻ ഈ പദവികളെല്ലാം കരസ്ഥമാക്കിയിട്ട് ഇവൻ ഹെഡ് ചെയ്ത് നിൽക്കുന്നു. കേരളത്തിലെ ഇവൻ ബ്രീഫ് ചെയ്യുന്നതേ ഇവർക്ക് മനസ്സിലാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് എന്താവോ എന്തോ. ഇപ്പൊ 2026 വരെ കാത്തിരുന്ന് കാണാം. ചില ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതേപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ഇന്ന് ആളുകള് അവർ സത്യം വിജയിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എളിവാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഒരു സൈഡിൽ ഇവിടുത്തെ എല്ലാ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളും ഒരുമിച്ച് നിന്ന് ഇവനെ അഗൻസ്റ്റ് വർക്ക് ചെയ്തു. രാഹുലിനെ കൊല്ലാൻ വേണ്ടി, രാഹുലിന്റെ രക്തത്തിനായിട്ട് കടന്നു മുറവിളി കൂട്ടി. നമ്മുടെ ഒരു ചാനലായിരുന്നു ഈ സത്യം ജനങ്ങളിലേക്ക് വിടുകയും ജനങ്ങളുടെ പ്രതികരണവും എടുത്ത് ജനങ്ങളെ കൂടുതൽ എക്സാക്ട്ലി അത് നമുക്കത് വ്യക്തതയോട് കൂടിയിട്ട് സാർ അത് വരച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേറെ നറേറ്റീവ്സ് ഒന്നുമില്ല. കാരണം ഇത് യാഥാർത്ഥ്യം, ജനങ്ങളാണ് ഈ കാര്യം നമ്മുടെ ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നേരം എന്തായി? എല്ലാ ആളുകൾക്കും കാര്യം മനസ്സിലായി. ഇപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥ. ഇത്രയും 12 ദിവസമാകുന്നു. ഒരു തെളിവ്, ഒരു പരാതിക്കാരി, ഒന്നുമില്ല. അവസാനം നാണംകെട്ട് കോടതിയിൽ നിന്ന് നാണംകെടാതിരിക്കാൻ വേണ്ടി കൊണ്ട് ഒരു FIR ഇട്ടു. ഏതാ? 3ാം കക്ഷിയുടെ പരാതിയിന്മേൽ ഒരു FIR എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് അന്തരീക്ഷത്തിൽ ഇതെടുത്ത് എറിയുന്ന പോലെ എടുത്ത് ദൂരെ തള്ളിക്കളയുന്ന സൈസ്. അല്ല, നാണം കെട്ടാൽ ഇവർക്കൊന്നുമില്ല. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണല്ലോ. എന്താ പറയാ, ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. പാലക്കാട് പരത്തനാട്ടുകാരാണ് ഞാൻ, മുഹമ്മദ് ബാപ്പു. നമ്മളെ ഈ സതീശനെ ഇന്നലെ പിണറായി വിജയന്റെ അടുത്ത് നിന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. പെര നക്കണോ, എച്ചിന് നക്കണോ, പരമനാറി എന്ന് പറഞ്ഞ ആ ചെക്കനെ ആ റൂമിലിട്ടിട്ട് അച്ചേർക്ക് തല്ലിക്കൊല്ലുന്ന സമയത്ത് ഈ നാല് തീർച്ചങ്ങാണ്ട പിണറായി തീർച്ചിനെ അവസാനിക്ക് എടുത്താൽ ഈ പോസ്റ്റിനെ അറിയണ്ടേ? എന്താ പറയാ, നമ്മൾ ഈ ഭരണം അവസാനിച്ച് കിട്ടാണ്. ആ സതീശന് രമേശ് ചെന്നിത്തലയാണ് ഇപ്പൊ ആകെയുള്ള പ്രശ്നം. ആ സുധാകരനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിലേറെ മെച്ചമായിരുന്നു. പാലക്കാട്ടുകാർക്ക് നിങ്ങൾ ഈ രാഹുല് രാജിവെക്കണമെന്നുണ്ടോ, അതോ തിരിച്ചു വരണോ, അതോ നിങ്ങൾ സംരക്ഷണം എന്തോ നിങ്ങളുടെ ആവശ്യം എന്തോ? രാഹുല് നിന്ന ആരോ സ്വതന്ത്രമായിട്ട് നിന്നാലും ഞങ്ങൾ വന്ന് ജയിപ്പിച്ചു വിടും. ഞാൻ പറഞ്ഞ എന്റെ വീട്ടില് 60-70 വോട്ടുണ്ട് എന്റെ കുടുംബത്തിൽ. അത് ഞാൻ പറയുന്നിടത്താ ചെയ്യല. അത് ഇതുവരെ കോൺഗ്രസിനല്ലാതെ വേറെത്തിലേക്ക് ചെയ്യില്ല. ഞാൻ ഇലക്ഷന്റെ അന്ന് രാവിലെ പിടിക്കും എല്ലാത്തിനും ഇന്നടത്ത് കുറ്റം നിങ്ങളെന്ന് പറഞ്ഞാണ്ട് 10-65 വോട്ട് ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നതുണ്ട്. അത് രാഹുലിനെ കിട്ടുള്ളൂ. പക്ഷെ അതൊരു മണ്ഡലത്തിലല്ലാന്ന് മാത്രം. എന്താ പറയാ, ഒരു വിഷമത്തില് നല്ലൊരു ചെക്കനെ കൊണ്ടുപോയിങ്ങാണ്ട് നല്ലൊരു വളർച്ച. ഷാഫി രാഹുലാണെങ്കിൽ ഷാഫി മുഖ്യമന്ത്രി, രാഹുൽ ആഭ്യന്തരമന്ത്രി ആയതൊക്കെ ഒറ്റ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ കയറില്ല. ഇപ്പൊ ബോംബ് പാലക്കാട്ട് കണ്ടുപിടിച്ചുകൊണ്ടപ്പോ ചെറിയ ബോംബാണെന്ന് പോലീസുകാരെന്ന് പറയാം. നേരെ മറിച്ച് വേറെ ഒരുത്തനാണ് ഇപ്പൊ അതെങ്കിൽ വലിയ ബോംബേക്കാരോ കോൺഗ്രസ് തന്നെയാണെങ്കിൽ. ഇതിലപ്പുറം എന്താ ബുദ്ധിമുട്ട്? ഈ കള്ളനാറി കോൺഗ്രസിനെ കൊണ്ടുപോയി വന്ന് രാജ്യോട്ടിൽ വെച്ചു. പായസം കാണാത്തമാര് നക്കണം, ചെവിയില് പട്ടി നക്കണമാര് പാഞ്ഞ നാറി തേറ്റ. എന്താ പറയാ, ഈ
ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ തെറി പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായില്ല. ഞാനിപ്പോ ഈ ചാനലിൽ ദിവസം കേക്ക് തന്നെയാണ്. ഉണ്ടായിട്ടില്ല, ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ 69ാമത്തെ വയസ്സാണ് നിൽക്കുന്നത്. 17 വയസ്സിലെ പിന്നെ ഈ സുന്നാ സാഹിബിനെ പറ്റിയിട്ട് മനസ്സിലായി. ഈ 69 വയസ്സിൽ പല പ്രതിപക്ഷ നേതാവും വന്നിട്ടുണ്ട്. പക്ഷെ ഇമ്മാതിരി ഒരു ചെറിയ ആർക്കും പറ്റില്ല. നെഹ്റുജി മരിക്കണതിന്റെ ഓർമ്മയിലാണ്, ഇന്ദിരാഗാന്ധി മരിക്കണതിന്റെ ഓർമ്മയിലാണ്, രാജീവ് ഗാന്ധി മരിക്കണതിന്റെ ഓർമ്മയിലാണ്. ഇതിലൊക്കെ നമുക്ക് എത്ര അകാരണമായ ദുഃഖമുണ്ട്. എന്തധികാരം സതീശനെ കൊടുത്തിക്കണേ? ചത്ത സതീശന് ഓനാണ് പരനാറിയില് അരിസത്ത് പിടിച്ച പരനാറി, കള്ള നാറി നായി. നിങ്ങളെ ചാനൽ പൂട്ടരുത്. നിങ്ങളെ ചാനൽ ഞങ്ങൾക്ക് കുറേ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ തുടർന്ന് പോകണം. രാഹുലിനെ തിരിച്ചെടുക്കണം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റുന്നൊക്കെ ഒന്ന് അയക്കും. അവരിത് അറിയണില്ല. അവരെ ഭാഷ മാറിപ്പോയില്ലേ? ഈ ഗുണേശനെ നമുക്കൊന്ന് ഒഴിവാക്കാന് എന്താ പറയാ? കോൺഗ്രസിന് ഒരു അധികാരത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യാണ്. ഇപ്പൊ ഇന്നലെ ചങ്ങായി പറയുന്നുണ്ട് 3200 ഞങ്ങൾക്ക് പെൻഷൻ കിട്ടി, ഇതുവരെ പിന്നെ UDFന്റെ മന്ത്രിസഭ തന്നിട്ടില്ല. UDFന്റെ മന്ത്രിസഭ മറ്റൊല്ലതിൽ പോയിട്ട് എവിടുന്നാ കൊടുക്കണം? കള്ള നാരികള് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അതായത് ഞാൻ ഇപ്പം വിളിക്കാൻ കാരണം ഞാൻ പൊതുവെ ഒരു സത്യത്തിന്റെ ഭാഗത്ത് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പൊതുവെ ഈ റോട്ടിന മോളിൽ തന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു സ്വഭാവമല്ല ഇത്. പക്ഷെ ഞാൻ ഒരുവിധ ന്യൂസൊന്നും ഞാൻ കേൾക്കാൻ നിൽക്കല്ല. കാരണം എല്ലാം അതാത് കാര്യത്തിനും വേണ്ടിയിട്ടുള്ള സംസാരമാണ് അവരൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നില്ലേ, ആദ്യം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ പാവ ചെറുക്കന എന്തിനാ ഇവർ ചെയ്യുന്നത്? എന്തിന്റെ ആവശ്യമാണ്? ഇവർക്ക് എന്താ കിട്ടാനുള്ള ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട്? ഇവരൊക്കെ വലുതായി വരണ്ടേ? ആ ഉമ്മൻചാണ്ടി, ആ പാവം, നിങ്ങളെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 44 ഉറുപ്പ്യാണ് വെള്ളക്കര ഞാൻ അടക്കുന്നത്. ഇപ്പൊ 1600 1700. അതിനെ പറ്റിയിട്ടൊന്നും ഈ നിങ്ങളെ ഭാഷയിൽ പറയാതെ ഈ കേക്കച്ചനക്ക് സംസാരിക്കാൻ പറ്റിയില്ല, പറയില്ല. കാരണം എന്തേ, അവൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെയാണ്. അവൻ വന്നു കഴിഞ്ഞാലും കീശ കാലിയാക്കണം. പക്ഷെ അതല്ല, ആ പാവ ചെറുക്കാൻ എന്തോ ഒരു സംസാരിച്ചത് ഈ നിയമസഭയിൽ നിന്ന്. ഇവർക്ക് എന്താ അറിയോ, ഈ ചുരുക്കം സുനിൽ ഇത് മനസ്സിലായില്ല. ഇവർക്കൊന്നും ഈ ചെറുക്കനാ വേണ്ടി സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. അപ്പൊ ഈ ചെറുക്കൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ അവ ഉയർന്നു വന്നു കഴിഞ്ഞാലുണ്ടല്ല, ഇവർക്കത് ചെറിയൊരു പ്രശ്നമായിട്ട് വരും. അത് മാത്രമല്ല, ഇപ്പൊ ഒരുവിധ ഓപ്പണിംഗ് പോളിലെല്ലാം ഈ കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരാന്നുള്ളതാണ്. ഒട്ടുമിക്ക പോളിലും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ സതീശനും ഏകദേശം അറിയാം. ആ പന്ന ചെറ്റക്കും നല്ലപോലെ അറിയാം. ബോറെടുത്തുണ്ടല്ല, ബോറെടുത്താൻ തന്നെ രമേശ് തന്നെ എന്താണ് ആ പന്നിന്റെ പേര്, അവനും എല്ലാം അറിയാം ഈ കോൺഗ്രസ് വരുമെന്ന്. അപ്പൊ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും സതീശന് കയറിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ഒരു സംസാരം വരും. അപ്പൊ സതീശൻ ഇപ്പൊ ചിന്തിക്കുന്നത് പറഞ്ഞാൽ, അങ്ങനെ പാർട്ടി ജയിച്ച് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഞാൻ ആകണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പൊ ഈ 3 ചെറുപ്പക്കാരുടെ സപ്പോർട്ട് കാര്യമായിട്ട് വേണം. ഒന്ന് മാങ്കൂട്ടത്തിൻ്റെതും, ഒന്ന് ഷാഫി പറമ്പിലിനും, ഒന്ന് ചാണ്ടിയൊമ്പൻ്റെതും. അപ്പൊ ഇവന് സംശയമുണ്ട്, ഇവർ 3 ആളും കൂടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി ആരെയും ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അതിനെ ചിലപ്പോൾ ഹൈക്കമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണോ, ഇവനങ്ങ് എന്തെല്ലാം ഈ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഒരു ഇതുവരെ ഒരു തെളിവ് ഇവനിക്ക് ഹാജരാക്കാൻ പറ്റുക? ഈ പോലീസുകാർക്കാർക്കും ഹാജരാക്കാൻ പറ്റുക? ഇല്ല. പക്ഷെ ഇവർക്കെല്ലാം നല്ലപോലെ അറിയാം. കാരണം ഇവൻ എങ്ങനെയെങ്കിലും കൊടുക്കണോ. അത് ചിലപ്പോ വ്യാജ കോളനായിരിക്കൂ, അത് ഇവർ തിരക്കഥയാണ് ഇതൊക്കെ. ഇനിയിപ്പോ അങ്ങനെ വന്നെന്ന് വിചാരിച്ചോ, ചേർത്ത് പിടിക്കല്ലേ വേണ്ടേ? ഇനിയിപ്പോ ആ നാറിനോട് ചോദിക്കല്ല, സതീശോട് നാറിനോട് ചോദിക്കല്ലേ, നിന്റെ ഒരു മൂത്ത മകൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നീ എന്തോ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ? നീ വീട്ടിൽ പോടാ, ഇവിടെ കയറണ്ട, ഇത് നിന്നൊന്നും ഇന്നെ പോലത്തെ മാന എനിക്ക് ആവശ്യമില്ലെന്ന് പുറത്താക്കിയ? അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ലോ നോക്കാനേ. ഇത് എന്തെങ്കിലായിട്ട് എന്റെ മകനല്ലേ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആയിട്ട് രക്ഷിക്കാനല്ലോ നോക്കാന്. ആ ചെറുക്കൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവൻ എത്ര ഊർജ്ജസ്വലായിട്ട് സമൂഹവും പ്രവർത്തിക്കുന്ന കോൺഗ്രസിനും വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇത് ചുരുക്കി തന്നെയാണ്. കാരണം ഈ പിള്ളേരെല്ലാം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ കിളവന്മാരെല്ലാം പിന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ എന്താ പരിപാടി? ഇവനൊക്കെ ഒന്ന് ഒതുക്കണം. ആ പാവം ചെറുക്കൻ ആലോചിച്ചിട്ട് സത്യം വരും. ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാത്ത ഒരുത്തനാ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, ഇപ്പൊ നമ്മൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും നമ്മൾ പാവങ്ങൾ എന്നും പാവങ്ങൾ തന്നെയാണ്. ഇവ മാറുന്ന ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എനിക്ക് കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടായിരുന്നു.
ഈ നാറിയ ഭരണം കൊണ്ട് ഇത് എങ്ങനെയും ഒന്ന് പോയി കിട്ടണം എന്നാണ് എന്നെ പോലത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ നിയമസഭ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഇപ്പം ഇന്ന് സുനിലെ ദയവ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ, മറ്റേ രാഹുൽ ഗാന്ധിനെ വിളിച്ചിട്ട് ഒന്നും പറയണ്ട. മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്ന ആൾക്കാർ മുഴുവനും പറയുന്നത് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ എത്രയോ കൊല്ലം കോൺഗ്രസ് പ്രവർത്തിച്ച് ഒരുത്തനാണ്, പക്ഷെ എനിക്ക് മടുത്ത് കോൺഗ്രസിനുള്ള ആ കോൺഗ്രസിലുള്ള ഇതേ എൻ്റെത് പോയി. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ വേറെ ആൾക്ക് വോട്ട് ചെയ്തെന്ന് ആ ചാൻസും കൂടി ഇല്ലാണ്ടാവും മിസ്റ്റർ രാഹുൽ ഗാന്ധി. അവിടെ നിങ്ങൾ ഉടനെ ഇടപെടണോ. അതല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്ന കാര്യം വളരെ സംശയമായിരിക്കും. കാരണം ആ ചെറുക്കനെ കൊണ്ട് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുള്ളതുകൊണ്ടാണ് അവർക്കൊരു ആവേശം. ആ ചെറുപ്പക്കാർ ഇവരെ അടിച്ചൊതുക്കുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അപ്പൊ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ ചിലപ്പോൾ വോട്ട് ചെയ്യാതെ പോയിന്ന് തന്നെ വരില്ല. ചിലപ്പോൾ ബി ജെ പിക്കും കുത്തിയെന്ന് വരില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല കോൺഗ്രസ്സുകാർ. അപ്പൊ എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ട വോട്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ. അപ്പം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ ഭരണമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ. അങ്ങനെയാണ് ആ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മിസ്റ്റർ സുനിൽ. ഞാൻ പറയുന്നില്ല, എനിക്ക് തെറ്റുണ്ടോ മിസ്റ്റർ സുനിലെ? ആ അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഇത് എന്താ ഇവർ ഉദ്ദേശം എന്താന്ന് എന്റെയൊക്കെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിലല്ല, എനിക്ക് 10-76 വയസ്സായി. അവന്റെയൊക്കെ കരണക്കുറ്റി നോക്കിയിട്ട് ഞാൻ വന്ന് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് ജയിലിൽ പോയാലും തിരക്കുള്ളാന്ന് വിചാരിച്ചിട്ട്. ആ പാവം ഇവർക്ക് അസൂയ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനെ നിർത്തിയിട്ട് ചെറുക്കൻ ജയിച്ചതും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല് അവർ ഇലക്ഷനിക്ക് തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ ചെയ്യാന്നുള്ളത് അവർ ആരാണോ തോൽപ്പിച്ചത് അവരെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുത്തി അവരെ ഇല്ലാണ്ടാക്കണം. അവരെ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കണം. മനസ്സിലൊരു പ്രോത്സാഹം അത് ഇല്ലാതാക്കണം. അതാണ് അവരുടെ സ്വഭാവം. അതിനും വേണ്ടിയിട്ട് ഇവ കൂട്ടു നിൽക്കാൻ പാടില്ല. ഇവൻ എങ്ങനെയാണ് ഈ സതീശൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? സതീശൻ ഇല്ല അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്, എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കുന്നത്. അവൻ എങ്ങനെയാണ് പറയേണ്ടത്? ഇനി പിണറായി വിജയന്റെ കൂടെ ഇല എത്തിയല്ല. ആ പിണറായി വിജയനോട് എനിക്ക് ചോദിച്ചൂടെ, ഞാൻ എന്തിനു പുറത്താക്കണോ? നിങ്ങൾ പറഞ്ഞിരിക്കും ഞാൻ എന്തിനാ ചെറുപ്പക്കാരനെ പുറത്താക്കണോ? അങ്ങനെ നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടാ? നിങ്ങൾ മാതൃക കാണിക്ക് പുറത്താക്കിയിട്ട്. നിങ്ങളല്ല ഇപ്പം ഭരിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ മുകേഷും നിന്റെ കൂടെ ഉള്ള പ്രൈവറ്റ് സെക്രട്ടറി ശശിയും പിന്നെ വേറൊരുത്തനും മറ്റേ കടന്നപ്പള്ളിയല്ല അപ്പൊ വേറെ എങ്ങനെയുള്ള 3-4 ആൾക്കാർ ഇതേ കേസിൽ കുടുങ്ങിയിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യില്ലല്ലേ? നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം അല്ലെ? നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കണം. നമ്മളൊരു ചെറുപ്പക്കാരെ ഇല്ലാത്തൊരു പരാതി ഇതുവരെ ഒരു തെളിവും ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനല്ലേ അവൻ ചോദിക്കണ്ടേ? പക്ഷെ അവൻ ചോദിക്കൂല. കാരണം എന്താ പറഞ്ഞാൽ അവന്റെ ആവശ്യം ഇതാണ്. അതുകൊണ്ട് അവൻ ചോദിക്കൂല. ഞാൻ ചേർത്തല പള്ളിപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് തോമസ്. സാറേ, ഇപ്പൊ ഇവര് കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതല്ല എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാറേ, ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പറയുന്ന KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ ഇത്ര പെട്ടെന്ന് തിടുക്കത്തിൽ ഈ ആക്ഷൻ എടുത്തതിന്റെ കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്തത്. അയാള് നിരപരാധിയാണെങ്കിൽ അയാൾക്ക് തെളിയിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കാൻ പറ്റില്ല സാറേ. വളരെ വേദനയോടുകൂടിയാണ് നല്ലൊരു ചെറുപ്പക്കാരനെ നമ്മൾ ഇല്ലാതാക്കുന്നത്. അത് പറയാൻ വേണ്ടി മാത്രം. ഈ ജനങ്ങൾ ആരുടെ കൂടെ ഈ ഒരു വിഷയത്തിൽ നിൽക്കുന്നത്? ഈ ജനങ്ങൾ എന്തായാലും രാഹുലിനെ കൈവിടിയല്ല. കാരണം വേറൊന്നുമല്ല, അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കണം. അത് എല്ലാം വേണ്ടതാണ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതെ. എന്നാലും അയാൾക്ക് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സമയം കൊടുക്കേണ്ടതല്ലായിരുന്നു സാറേ. അത് മാത്രമേ എനിക്ക് അല്ല അത് അയാളോട് ചോദിച്ചില്ല. പാർട്ടി എന്ന ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണ്ടേ? അതും വെച്ചില്ല. ഒന്നും ചെയ്തിട്ടില്ല സാറേ. അല്ലാതെ പെട്ടെന്നെടുത്ത് ഇവര് ഈ പറയുന്ന VD സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പെട്ടെന്നെടുത്തൊരു തീരുമാനം എടുത്ത് എല്ലാം അങ്ങോട്ട് അവരെ നടപ്പാക്കി. പക്ഷെ അയാൾ രക്ഷപ്പെടുമെന്ന് ഓർക്കുന്നത്, അയാൾ രക്ഷപ്പെടത്തില്ല. വേറൊന്നല്ല, അയാൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ അയാൾ തോക്കും, ഉറപ്പാണ്. ഈ ഒരു കാരണത്തിന്റെ പുറത്ത് മാത്രം ഞാൻ ഉറപ്പിച്ചു പറയുന്നത് സാർ. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ് സാറേ. പേര് ഫ്രാൻസിസ് ആണ് സാറേ. ഞാനൊരു കോൺഗ്രസിന്റെ ഒരു അനുഭാവിയാണ് സാറേ. ഇപ്പം നടക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കൈകടന്നൊരു രാഷ്ട്രീയമാണ് സാറേ.
ഇപ്പോൾ ഞാൻ വിളിച്ചത് ഈ രാഹുൽ മാങ്കട്ടത്തിന്റെ ഒരു സഹകരണത്തിന് വേണ്ടി വിളിച്ചതാണ് സാറേ. നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ ഞാൻ ഇപ്പോഴും നോക്കുന്നവനാണ്. അപ്പോൾ ഈ സാറ് പറയുന്നതെല്ലാം യഥാർത്ഥം പറയുന്നതാണ്. കാരണം ഇന്ന് കോൺഗ്രസിന്റെ ഒരു വ്യക്തികൾ രാഷ്ട്രീയക്കാരും കാണിക്കുന്ന എല്ലാം മൊത്തം പൊള്ളത്തലങ്ങളാണ്. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് സാറ് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ശ്രമിച്ചോളാം. ഒന്നും കുഴപ്പമില്ല, പറഞ്ഞു. ആ സാറേ, ഈ മാങ്കൂട്ടത്തിനെ ഇവർ ചതിച്ചതാണ്. ഈ കോൺഗ്രസ്സുകാർ തന്നെ. കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ ഉയർന്ന നേതാക്കളാണ്, ഇതിനൊക്കെ പാർട്ടി തന്നെ. അപ്പൊ ഇവരൊക്കെ ഏതാണ് ഇതിങ്ങനെയൊക്കെ ആക്കുന്നത് സാറേ? ചോക്കാട് പഞ്ചായത്ത് തന്നെ നിലമ്പൂര് മണ്ഡലം സിദ്ദീഖ്. ഞാൻ പിന്നെ മാങ്കൂട്ടത്തിന് വേണ്ടി പറഞ്ഞതാ സാറേ. മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാനുള്ള പരിപാടി. മാങ്കൂട്ടത്തിന് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ 5 വർഷം ഓനെ അവിടെ ഇത് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓന് മന്ത്രിയാവൂല, ഒരു സ്ഥാനം ഓന് കിട്ടൂല. അടുത്ത 5 കൊല്ലം വന്നാൽ ലോക്സഭയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതിനുള്ള കളിയാണ് ഇപ്പം കളിക്കുന്നത്. ബി ഡി സതീശൻ ഓൻ ബുദ്ധി വെച്ച് കളിച്ചാണോ? ബുദ്ധി വെച്ച് കളിച്ചെന്നില്ല കോൺഗ്രസിനാരായിട്ട്. ഇവനെ ആദ്യം എന്ത് ചെയ്തു, ഷാപ്പിനോട് കളഞ്ഞാണ്ട് നേരെ ലോക്സഭയ്ക്ക് ഇട്ടു. അപ്പൊ ഷാപ്പി ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയായി കഴിഞ്ഞാൽ ഇവന് സ്ഥാനം കിട്ടൂല. അപ്പം ബുദ്ധി വെച്ച് കളിച്ചപ്പം വക്കീല സതീശൻ ബുദ്ധി വെച്ചാ കളിക്കുന്നത്. അത് ആർക്കും തീരെ മനസ്സിലായില്ല. ഈ ഷാപ്പിയും മാങ്കൂട്ടത്തിനും മന്ത്രിസഭയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യും, നല്ല സ്ഥാനം കൊടുക്കേണ്ടി വരും. അപ്പോ ഓന് മറ്റേ നമ്മളെ ഉമ്മൻചാണ്ടിന്റെ മകന് അങ്ങനെ ചെറുപ്പക്കാർ ഒരുപാട് കാര്യം വന്നു കഴിഞ്ഞാൽ ഓന് സ്ഥാനം കൊടുക്കൂല. ഓന് ഒന്നിച്ചാൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം കിട്ടൂല. അതിനിപ്പം ബുദ്ധി വെച്ച് കളിച്ചാൽ ചെറുപ്പക്കാരെ തട്ടി വിടണം. ഇപ്പൊ ആ ബുദ്ധി ഇവർക്കില്ല. അത് ഇവന് മനസ്സിലായി, ഷാപ്പിക്കും മാങ്കൂട്ടത്തിനും മനസ്സിലായിക്കണ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ നിലമ്പൂരൊക്കെ ഓലില്ലെങ്കിൽ അരിയാണ സുഖത്തിന് സ്ഥാനം കിട്ടൂല. ഓല വരെ കൊണ്ട് അവിടെ വോട്ട് കിട്ടിയേ കിട്ടൂല. ചെറുപ്പക്കാർ ഇവിടെ ഇപ്പം നമ്മളെ ഉമ്മൻചാണ്ടിന്റെ മകൻ 1 മാസത്തോളം ഇടക്കര കളിച്ച് ജയിച്ചിട്ട് പോകുമ്പോണ്. അല്ല ഇവർക്ക് സ്ഥാനമൊന്നുമില്ല. ഇവന് ചെന്നിത്തല ഒറിജിനൽ RSS ആണോ, ആ ബുദ്ധി കളിച്ചാണോ? ഇവൻ പിണറായിന്റെ ആളോ? പിണറായിന്റെ ആളാണല്ലോ നമ്മളെ മറ്റേ ഇവിടെ കൊണ്ടുപോയിക്കണ്ട ഈ സ്ഥാനം കൊടുത്താണ് നേരെ നിയമസഭയ്ക്ക് കിട്ടത്. നമ്മളെ ആൾക്കത്തെ ആരോഗ്യ മന്ത്രിനെ ഇവര് ചെന്നോര് ബുദ്ധി വെച്ച് കളിച്ചാ. അത് ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ല. ഇኛ ജനങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിവിടെ ഇപ്പൊ ഈ ആര്യയുടെ സുഖത്തിന് തന്നെ ഇവിടെ ഇവിടെ കുറച്ച് ഉണ്ടാക്കാൻ നോക്കി. മറ്റേ ആര്യയുടെ സുഖത്തിന് ചാരിക്കണം മനസ്സിലാവുന്ന കണ്ടപ്പോ എന്ത് ചെയ്തു, എളുപ്പം അതിന് പറഞ്ഞ കുറ്റം പറഞ്ഞോ കഴിച്ചില്ലാതെ അല്ലെങ്കിൽ കഴിച്ചില്ലാവില്ല. സാറേ, ഞാനെന്താണ് പറഞ്ഞ പോലെ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി ഇതൊന്ന് അറിയിക്കാൻ ഇതൊന്ന് ട്രാൻസാക്ഷൻ ചെയ്യുമോ സാറേ? അല്ലെ സുധാകരനോട് പറ, ധൈര്യമായിട്ട് പോയി അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ പോയി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ ജനങ്ങളുടെ ആവേശം കണ്ടില്ലേ സാർ? അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്ന് അയച്ചൊന്ന് കൊടുക്കുക ഈ സാഹിബർക്കിട്ട്. ഇപ്പൊ അവനവർക്ക് ഇവന്മാർ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അയക്കുന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതൊന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യണേ. അത് ഇവിടുത്തെ ഇപ്പൊ അവര് MP അല്ലേ ഇവിടുത്തെ എന്തിനടുത്ത് MP, അവരെയും അവരുടെ അമ്മയും ഈ ചെറുക്കനെയും കൂടെ അവിടുത്തെ അല്ല മറ്റു നേതാക്കന്മാരെ കൊണ്ട് ജനങ്ങളുടെ പ്രതികരണം ഒന്നും അറിയില്ല. ഇങ്ങനെ ജനങ്ങൾ പറയുന്നത്, നിങ്ങളിത് കേശം പറയുന്ന പോലെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുകയും ചോദിച്ചു. കേരളം കൂടെ ജനങ്ങൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ മേല, BJPക്ക് ചെയ്യാൻ മേല, കോൺഗ്രസിന് ചെയ്യാൻ മേല. പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വരും. കാരണം കോൺഗ്രസ്സുകാർ ആരും വോട്ട് ചെയ്യാൻ പോയില്ലേ, മറ്റവർക്ക് 10 വോട്ട് കിട്ടിയാൽ മതി, അവർ ജയിച്ചില്ലേ. അപ്പൊ അതൊന്ന് അറിയിക്കാനുള്ളൊരു സംവിധാനം ചെയ്യണം. അത് സുധാകരൻ മുന്നോട്ട് വന്നിട്ട് അത് നേരിട്ട് ലൈവ് അവർ അയലേ കൊടുത്തുവിട്. എങ്ങനെയെങ്കിലും ഇത് ഇംഗ്ലീഷോ ഹിന്ദിയിലോ തർജ്ജമയും ചെയ്ത് അതിന് വരുന്ന സാറിന് ഇത്ര സപ്പോർട്ട് കിട്ടുന്നില്ല. അതിന്റെ ചിലവുകൂടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അത് കേൾക്കട്ടെ. അവർ 3 പേര് കൂട്ടിയിരുന്ന് അമ്മയും മോനും പെങ്ങളും ഒക്കെ ഇരുന്ന് കേൾക്കട്ടെ. ഇവിടുത്തെ രീതിക്ക് ജനങ്ങളുടെ ആവേശം ഇതാണെന്ന് കേൾക്കട്ടെ. അല്ല പിന്നെ എങ്ങനെ അവരറിയുന്നേ? ജെ.സി. വേണുഗോപാൽ അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നതല്ലേ അവർക്ക് അറിയത്തുള്ളൂ. അവർക്ക് ഇല്ലാതെ ഒന്നും അറിയത്തില്ലല്ലോ. അതൊക്കെ ആ സുധാകരനാണ് ആണത്തോളവന്. ഒരു കാര്യം പറഞ്ഞാല് അത് ഉറച്ചിരിക്കും. പക്ഷേ പിന്നെ പ്രായമായതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, ഇപ്പൊ ഇതൊക്കെ ഈ പ്രതിപക്ഷ നേതാവ് ഇത്രയെല്ലാം നടക്കുമ്പോഴും ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയും പിള്ളേരെയും അടിച്ച് ഒതുക്കുമ്പോഴും നാണമില്ലല്ലോ അവിടെ പോയി തിന്നാനായിട്ട്. ഇത് ഇതെൻ്റെ നരേന്ദ്രമോദി വിളിച്ചപ്പോൾ മെത്രാന്മാർ പോയി ചായ കുടിച്ച പോലെ ഉള്ളു. അവസരം അടി കൊണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ഇവനൊന്നും നാണമില്ലല്ലോ എന്നുള്ളതാണ് ഓർക്കുന്നത്. ഇവൻ്റെയൊക്കെ സ്വഭാവം അറിയാവുന്നതിന്. എന്നിട്ട് ഇവൻ്റെയൊക്കെ പോയിട്ട് ആൾക്കാർ എന്തായാലും സുനിലിൻ്റെ ആ പ്രയോഗങ്ങൾ അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊക്കെ ധാർമ്മികത പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടോ? ആന്റണി സാറ് മദ്യം നിരോധിച്ചപ്പോൾ എല്ലാം ധാർമ്മികത പറഞ്ഞ എല്ലാവരും മെത്രാന്മാർ സഹിതം പ്രോത്സാഹിപ്പിച്ചിട്ട് ഇലക്ഷൻ വന്നപ്പോൾ വോട്ട് കൊടുത്ത എല്ലാം ബാർ മുതലാളിമാർക്ക് അമ്മാരുടെ കാശും വാങ്ങിച്ചേച്ച്
ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ടേമിലെ ഇത് ഭരണം പോയതും ഈ ആദർശധീരനായ VM സുധീരനും ഈ സതീശനുമല്ലായിരുന്നു. അല്ലായിരുന്നു ഇതിൻ്റെ ജയിച്ചു പോകേണ്ടിയല്ലയോ? എന്നിട്ട് അദ്ദേഹത്തെ ഇത്രയും നാറ്റിച്ചിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവരെടുത്തോ? ഇവരെല്ലാം അവിടെ കുറേ കണക്കല്ലായിരുന്നു. എനിവേ ഇത് നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇത് വളരെ സന്തോഷമുണ്ട് സുനിലിനെ പോലെ ഒരാൾ ആർജവത്തോട് ഇത് പറയുന്നതിൽ. എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സതീശനെ തീരുമാനം ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഇത്രയെല്ലാം ഇത് എൻ്റെ തലതിരിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ. എന്നിട്ട് സരിനെ പറ്റി, ഇപ്പം ഡോക്ടർ സരിനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ ആർക്കും അനക്കമില്ലല്ലോ. ഇതുപോലെല്ലാം ഒരു ലേഡി വന്ന് പറഞ്ഞതല്ല ഉള്ളൂ. സെയിമല്ലേ ഇപ്പം പറയുന്നത്. അപ്പോൾ ആർക്കും അനക്കമില്ലല്ലോ, ഒരു മാധ്യമക്കാരനും ഇല്ലല്ലോ. എല്ലാവൻ്റെയും എൻ്റെ ചെണ്ടയായി കോൺഗ്രസ് മാറി. അങ്ങനെ മാറ്റിയവരല്ലേ ഈ സതീശനും രമേശനും ഈ കഴിവേട്ട KPCC പ്രസിഡൻറ്റും. എന്തോ ചെയ്യാനാ, ഇവർ തന്നെ ഈ നശിപ്പിക്കുകയുള്ളത്. നശിച്ച് പോട്ടെ, ഇവരൊക്കെ തന്നെ അടി കൊള്ളട്ടല്ലേ, ഇപ്പം എന്തോ ചെയ്യുന്നുള്ളൂ. എനിവേ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ആർജവത്തിന്. ഒരാളെങ്കിലും ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. പക്ഷേ എനിവേ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ സൂക്ഷിക്കണം. നമുക്ക് എല്ലാവരും ഇങ്ങനെ അഭിപ്രായം പറയും, അവസാനം ആരും കാണത്തുമില്ല. കേരളത്തിൻ്റെ സ്ഥിതി അതല്ലയോ? അഭിപ്രായം പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. രാഹുലിനെ അകത്ത് തന്നെ തളച്ചിടരുത്. നമ്മൾ തന്നെ അവനെ പുറത്തിറക്കണം. അല്ലാണ്ട് അവനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ഇവിടെ കൊല്ലാൻ മടിയില്ലാത്ത പിശാചുകളാ CPM-കാരും BJP-കാരും. കാണാൻ പറ്റില്ലേ കണ്ണൂർ മുഴുവൻ വെട്ടിക്കൊലയും ഇതൊക്കെ നടക്കണത്. CPM BJP CPM എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണല്ലേ, വെട്ടിക്കൊല മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഹുലിനെ തന്നെ ഒറ്റയ്ക്കൊന്നും വേറെ അടുത്തേക്ക് പാലക്കാട്ടേക്കൊന്നും വിടാൻ പറ്റില്ല. അമ്മമാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വണ്ടിയിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് എന്നാന്ന് വെച്ചാൽ അത് അനുസരിച്ച് മുന്നോട്ട് പോകണം. ഞാൻ എല്ലാ മെസ്സേജിനും യൂട്യൂബ് കാണുമ്പോൾ അതിൻ്റെ എല്ലാത്തിനും ഒരു റിപ്ലൈ ചെറിയ വാക്കിലൊക്കെ അയക്കാറുണ്ട്. നോക്കാറുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്കൊരു സന്തോഷമില്ല. നമ്മൾ എന്താ പറയുക, കൊച്ചിൻ്റെ വിഷമം ഓണായിട്ട് അവരെങ്ങനെയാ എന്താ ഭക്ഷണം കഴിക്കണ്ടോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവള് തുള്ളിച്ചാടി കിടക്കണം. അവൾക്ക് 2 തന്തിയല്ലേ, ഏതാ അവക്കടെ തന്താന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവക്കടെ തന്തയാണെങ്കിൽ അവക്കടെ തന്തയല്ലേ കേക്ക് മുറിച്ച് അവക്കടെ വായിലേക്ക് വെച്ച് കൊടുക്കുള്ളൂ. അവക്കടെ അണ്ണാക്കിലേക്ക് വെച്ച് കൊടുക്കണത് അവക്കടെ തന്തയാവൂലേ? അപ്പൊ അവക്കടെ തന്തയാണല്ലോ സതീശൻ. ആ സതീശൻ അവക്കടെ തന്ത ആയതുകൊണ്ട് കേക്ക് മുറിച്ച് അവക്കടെ വായിലേക്ക് കുത്തിക്കയറ്റണം. അവളുടെ വായ അടഞ്ഞു പോയില്ല. അവൾ എന്നിട്ട് തുള്ളിച്ചാടി എറണാകുളത്തെ കട മുഴുവൻ നടക്കുക. ബീച്ചിൽ കൂടെയും ഇതിലെയും ഒക്കെ കടലോരങ്ങളിലൂടെയൊക്കെ നടക്കുക. അവളെയൊക്കെ വെച്ചേക്കാൻ പാടില്ല. എല്ലാവരും കേസെടുത്തിട്ടില്ല, FIR എടുത്തിട്ടില്ല. പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഈ ഒരാഴ്ചക്കുള്ളിൽ കാര്യങ്ങൾക്ക് അവസാനം ഉണ്ടാവാതെ ഇനിയും മാസങ്ങളോളം നീണ്ടുപോകുമോ ഈ പ്രശ്നം? അതിലൊരർത്ഥമില്ലല്ലോ. ഇത് പ്രശ്നം പറയുമ്പോൾ തന്നെ സതീശൻ അടഞ്ഞ അധ്യായം എന്നും പറഞ്ഞുകൊണ്ട് ഈ രാഹുലിനെ പുറത്താക്കാൻ അവൻ്റെ അച്ഛൻ്റെ മുതലാ, അവന് സ്ത്രീധനം കിട്ടിയ മുതലാ കോൺഗ്രസ്. അവളും ആ മോളും ചുണ്ടും ചുമപ്പിച്ച് കടപ്പുറത്തോടെ നടക്കണില്ലേ? അതുപോലെ ഭാര്യയും മക്കളും ഒക്കെ എങ്ങടെയും കൂടിയിട്ട് കടപ്പുറത്തോടെയും മറ്റോടത്തോടെയും ഒക്കെ ഇറക്കട്ടെ, വിദ്യാലയം നടത്തട്ടെ. എന്നിട്ട് അതിൻ്റെ തന്തയാവും. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ തന്തയാവേണ്ട കാര്യമില്ല. രാഹുലിനെ പുറത്താക്കിയിട്ട് അടഞ്ഞ അധ്യായം. അത് അടഞ്ഞ അധ്യായമൊന്നുമല്ല, തുറന്ന അധ്യായ. അതിന് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമായിരുന്നു. ഇതിങ്ങനെ നീട്ടി കൊണ്ടുവന്നവരും എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. 3.5 വർഷത്തിന് മുമ്പ് പലതും നടന്നിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഇല്ലല്ലോ, ഈ ലോകത്തിലൊന്നുമില്ല. അവനെ ആദ്യം ചവിട്ടി പുറത്താക്കണം, തന്തയില്ലായ്മ കാണിച്ചതിന് കഷണ്ടീനെ. അവൻ ചോറല്ല തിന്നണ, അവൻ തീട്ട തിന്നണ. അതുകൊണ്ട് അവൻ ആ ഒരു ഞൊടി നേരം കൊണ്ട് പറയിച്ചിലും ഔട്ടാക്കലും എല്ലാം കഴിച്ചു. അപ്പൊ അവന്റെ ഒരു സൂത്രം നോക്കിക്കുക, അവനും അവൻ്റെ മോക്കടെ സൂത്രം. അതുപോലെ എത്രണ്ണം കാണും ഇനി ഇവർക്ക്? ഇവര് പോണയിടത്തൊക്കെ കാണും ഭാര്യയും മക്കളും ഒക്കെ. ഇവന്റെ ഭാര്യയും മക്കളും ഇതൊന്നും അറിയുന്നില്ലേ. ഇവനെ കെട്ടിയിടാൻ, ചങ്ങലക്കിടാൻ. ഇവന് ഈ രമേശിനെയൊക്കെ ചങ്ങലക്കിടണം. ഇവരെ 3 പേരെയും ചങ്ങലക്കിട്ടിട്ട് പൂട്ടിയിടണം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് വേറെ ആരെങ്കിലും ആവണം. അത് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരണം.